മെഗാസ്റ്റാർ അമിതാഭ് ബച്ചന്റെ ഷോലെ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന വേളയാണിത്. 60കളുടെ ഒടുവിൽ അമിതാഭ് ബച്ചൻ സിനിമയിലെത്തി. എന്നാൽ അദ്ദേഹത്തിന്റെ ആദ്യകാല സിനിമകൾ പലതും ബോക്സ് ഓഫീസിൽ തകർന്നു വീണു. ബച്ചന്റെ നീണ്ട ശരീരവും വ്യത്യസ്തമായ ഒരു ശബ്ദവും ഒരുപാട് വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തി. ഈ ശബ്ദം സിനിമയ്ക്ക് തീരെ അനുയോജ്യമല്ല, ഇത്രയും ഉയരെ ഒരു നായകന് ചേർന്നതല്ല, അങ്ങനെ വെട്ടി ചെറുതാക്കാൻ പറ്റുമോ? അപ്പോൾ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ പോയി. അങ്ങനെ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അമിതാഭ് ബച്ചൻ. പക്ഷേ അമിതാഭ് ബച്ചന് തൻ്റെ കഴിവിൽ അപാരമായ വിശ്വാസം ഉണ്ടായിരുന്നു. ഈ വിമർശനത്തിൻ്റെ ഓരോ മുനമ്പിലും അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം കൂടുതൽ കരുത്താർജിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഓരോ അവസരവും അദ്ദേഹം ക്ഷമയോടെ തന്നെ കാത്തു. എപ്പോഴെങ്കിലും തൻ്റെ ഊഴം വരും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. 1973 പിറന്നു. അന്ന് പുറത്തിറങ്ങിയ സഞ്ജീർ എന്ന ചിത്രം ബച്ചൻ്റെ ജീവിതത്തിലെ വലിയ കരിയർ ഗ്രാഫിലെ വലിയ ഹിറ്റായി മാറി. ഒരു സാധാരണ നായകനിൽ നിന്ന് വ്യത്യസ്തമായി രോഷാകുലനും ഒറ്റയാനുമായ ഒരു കിടിലം കഥാപാത്രമായിരുന്നു സഞ്ജീറിലെ പോലീസ് ഇൻസ്പെക്ടർ. അക്കാലത്തെ പല നായകന്മാർക്കും ഈ കഥാപാത്രം ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. ആ ഊഴം അമിതാഭ് ബച്ചനെ തേടി വന്നു. അദ്ദേഹം അത് സധൈര്യം ഏറ്റെടുത്തു. സിനിമ പുറത്തിറങ്ങിയപ്പോഴോ ബോക്സ് ഓഫീസിൽ വൻ വിജയമായി കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചു. ഈ കഥാപാത്രമാണ് ആംഗ്രി യങ് മാൻ എന്ന വിശേഷണം അമിതാഭ് ബച്ചൻ നേടിക്കൊടുത്ത്. പിന്നെ ഹിറ്റുകളുടെ തുടർക്കഥ. അമിതാഭ് ബച്ചൻ ലോക സിനിമയിൽ തന്നെ വലിയൊരു സംഭവമായി മാറി. സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചൻ എന്നായി ആളുകൾ വിളിക്കാൻ തുടങ്ങിയത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ ചിലപ്പോൾ വിജയം പെട്ടെന്ന് വന്നു എന്ന് വരില്ല. നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും. എത്ര കാത്തിരിക്കേണ്ടി വന്നാലും വളരെ ക്ഷമയോടെ സഹിഷ്ണുതയോടെ നമ്മൾ മുന്നോട്ട് പോയാൽ ആ ദിവസം വരും, വിജയത്തിൻ്റെ ദിവസം.